നമ്മളെല്ലാവരും ഭക്ഷണത്തിനായി കൃഷിയെയാണ് ആശ്രയിക്കുന്നത്. കൃഷി കൂടുതൽ എളുപ്പമാക്കാനായി പുതിയ മെഷീനുകളും ടെക്നോളജികളും കണ്ടുപിടിക്കാൻ കമ്പനികൾ ഇപ്പോൾ വലിയ രീതിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള മോഡേൺ അഗ്രികൾച്ചറൽ മെഷീനുകളെക്കുറിച്ചും ഭീമൻ മെഷീനുകളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡീവുൾഫ് GCB കാരറ്റ് ഹാർവെസ്റ്റർ. കൃഷിയിലെ ഓരോ ഘട്ടത്തിലും സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഒരുപാട് വലിയ മെഷീനുകൾ ഡീവുൾഫ് ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒന്നാണ് അവരുടെ ടോപ്പ് ലിഫ്റ്റിംഗ് ഹാർവെസ്റ്ററുകൾ. മിക്ക പച്ചക്കറികളും മണ്ണിനടിയിലാണ് വളരുന്നത്. പണ്ട് ഇതെല്ലാം ഓരോന്നായി കൈകൊണ്ട് പറിച്ചെടുക്കുക എന്നത് വലിയൊരു പണിയായിരുന്നു. എന്നാൽ GCB പോലെയുള്ള ഒരു മെഷീൻ വന്നതോടെ ഈ കഷ്ടപ്പാടില്ലാതായി. ട്രാക്ടറിന് പിന്നിൽ ഘടിപ്പിക്കുന്ന ഈ മെഷീൻ കാരറ്റിന് ചുറ്റുമുള്ള മണ്ണിളക്കി അവയെ പുറത്തെടുക്കുന്നു. അതിനുശേഷം ഒരു കൺവെയർ ബെൽറ്റ് വഴി ഇവ മെഷീന്റെ മുകളിലേക്ക് കൃത്യമായി നീങ്ങുന്നു. 1500 മില്ലിമീറ്റർ നീളമുള്ള സൂപ്പർ ഗ്രിപ്പ് ബെൽറ്റുകളിൽ കാരറ്റുകൾ ഒരേപോലെ പിടിച്ചു നിൽക്കുന്നു. ഇത് മെഷീന് അവയുടെ തലഭാഗം കട്ടറുകൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റാനും ഉപയോഗപ്രദമായ ഭാഗം ഹോപ്പറിലേക്ക് മാറ്റാനും സഹായിക്കുന്നു. ഇവിടെ നിന്ന് ഇവ കഴുകി പാക്ക് ചെയ്യാൻ റെഡിയാകും. മണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞ വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവ കടകളിലെത്തും. ഇങ്ങനെയുള്ള രീതികൾ വഴി കർഷകർക്ക് വെറും കുറച്ചു മണിക്കൂറുകൊണ്ട് വലിയ കൃഷിയിടങ്ങൾ വിളവെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഫ്രഷായി സാധനങ്ങൾ ലഭിക്കുന്നു. ലാവൻഡർ ഹാർവെസ്റ്റർ. ലാവൻഡർ ഒരു ഭംഗിയുള്ള പൂവാണ്. ഇത് പൂന്തോട്ടങ്ങളിൽ മാത്രമല്ല എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാനും പാചകത്തിനുമൊക്കെയായി വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി, ഹെൽത്ത് കെയർ മേഖലകളിലും ലാവൻഡർ ഫ്ലേവർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഇതെല്ലാം കൈകൊണ്ട് തന്നെയായിരുന്നു വിളവെടുത്തിരുന്നത്. എന്നാൽ മെഡാര ആഗ്രോ വികസിപ്പിച്ചെടുത്ത ഈ ഓട്ടോമേറ്റഡ് ഹാർവെസ്റ്റർ ഉപയോഗിച്ച് മാസങ്ങളെടുക്കുന്ന ജോലി വെറും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. സാധാരണ പുല്ല് വെട്ടുന്ന മെഷീൻ പോലെ 8 കട്ടർ ഹെഡുകൾ ഇതിനുള്ളിലുണ്ട്. ഇതിലെ സെൻസറുകൾ ചെടികളുടെ ഉയരം നോക്കി കട്ടറുകൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അടുത്ത വർഷം വീണ്ടും വളരാൻ പാകത്തിന് തണ്ടുകൾ ബാക്കി വെച്ച് ആവശ്യമുള്ള ഭാഗം മാത്രം ഇത് മുറിച്ചെടുക്കും. മെഷീനിലെ 2 റോട്ടറി കളക്ടറുകൾ ലാവൻഡറിനെ സ്റ്റോറേജ് ബിന്നിലേക്ക് മാറ്റുന്നു. ബിൻ നിറഞ്ഞാൽ ഒരു എലിവേറ്റർ വഴി ഇത് വണ്ടിയിലേക്കോ സ്റ്റോറേജിലേക്കോ മാറ്റാൻ സാധിക്കും. ഒലീവ് ഹാർവെസ്റ്റർ. ഒലീവ്, മുന്തിരി പോലുള്ളവ വള്ളികളിലും കുറ്റിച്ചെടികളിലുമാണ് വളരുന്നത്. ഇവ വരിവരിയായി അല്ലാതെ വളരുന്നതുകൊണ്ട് വിളവെടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അടുത്ത വർഷവും വിളവ് കിട്ടേണ്ടതുകൊണ്ട് ഈ ചെടികൾ വെട്ടിമാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം വിളവെടുക്കാൻ. സാധാരണ കൈകൊണ്ട് ചെയ്യേണ്ട ഈ ജോലി ഇത്തരം മെഷീനുകൾ ഉപയോഗിച്ച് വളരെ വേഗം തീർക്കാം. ഒലീവ് ഹാർവെസ്റ്ററുകൾക്ക് നടുവിലൂടെ ഒരു ടണൽ പോലെ വഴിയുണ്ട്. ഇതുവഴി മെഷീൻ ഓടിച്ചു പോകുമ്പോൾ ചെടികൾ അതിലൂടെ കടന്നുപോകും. മെഷീൻ മരങ്ങളെ കുലുക്കുമ്പോൾ പഴങ്ങൾ നൈലോൺ കൊണ്ടുണ്ടാക്കിയ ക്യാച്ചർ പ്ലേറ്റുകളിലേക്ക് വീഴുന്നു. ഇതിലെ ഹൈഡ്രോളിക് ഫാനുകൾ വഴി ഒലീവിനൊപ്പമുള്ള ചപ്പുചവറുകൾ വേർതിരിക്കപ്പെടുന്നു. ഡ്രൈവിംഗ് കഴിയുമ്പോഴേക്കും ക്ലീനായ ഒലീവുകൾ മെഷീനിന്റെ ബിന്നിൽ നിറഞ്ഞിട്ടുണ്ടാകും. സ്റ്റിക്ക് റേക്കുകൾ. കൃഷിയിടങ്ങളിലെ വേസ്റ്റ് മാറ്റാനും പുതിയ കെട്ടിടങ്ങൾ പണിയാനുമൊക്കെ വലിയ തോതിൽ സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടി വരും. സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഈ റേക്കുകൾ സാധനങ്ങൾ നീക്കാനും ഉയർത്താനും കൃഷിയിടത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ നോക്കാനും സഹായിക്കുന്നു. ഡ്രൈവറിന് നേരെ സാധനങ്ങൾ തെറിക്കാതിരിക്കാനുള്ള ഗാർഡുകളും എളുപ്പത്തിൽ ഘടിപ്പിക്കാവുന്ന ഫോൾഡിംഗ് വിങ്സും ഇതിനുണ്ട്. ഒരുപാട് തൊഴിലാളികൾ കൈകൊണ്ട് ചെയ്യുന്ന പണി ഈ ഒരു മെഷീൻ കൊണ്ട് വേഗം തീർക്കാം. വലിയ ഫാമുകളിൽ പോയാൽ തീർച്ചയായും നമുക്ക് ഇത്തരം മെഷീനുകൾ കാണാം. ഇൻറോ വീഡർ. സ്ഥലം ചെറുതായാലും വലുതായാലും കൃഷിയിടത്തിലെ പ്രധാന വില്ലൻ കളകളാണ്. എത്ര മരുന്നടിച്ചാലും ചിലത് നശിക്കില്ല. ഇവ ചെടികൾക്ക് കിട്ടേണ്ട വളം വലിച്ചെടുക്കുകയും വിളവെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും. ചെറിയ തോട്ടമാണെങ്കിൽ കൈകൊണ്ട് കള പറിക്കാം. പക്ഷേ വലിയ പാടങ്ങളിൽ അത് നടക്കില്ല. നല്ല ചെടികളെ ബാധിക്കാതെ കളകൾ മാത്രം മാറ്റുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്യാബേജ്, ലെറ്റ്യൂസ് തുടങ്ങിയ ചെടികൾക്കിടയിലെ കളകൾ മാറ്റാൻ ഈ ഇൻറോ വീഡർ മികച്ചതാണ്. മണ്ണിളക്കി പോകുന്ന ഈ മെഷീനിൽ അത്യാധുനിക ക്യാമറകളും കമ്പ്യൂട്ടറുകളുമുണ്ട്. ഇത് നല്ല ചെടികളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുകയും കെമിക്കലുകൾ ഉപയോഗിക്കാതെ തന്നെ നല്ല പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ മെഷീൻ സഹായിക്കുന്നു. ആപ്പിൾ ഹാർവെസ്റ്റർ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിളയിക്കുന്ന പഴങ്ങളിലൊന്നാണ് ആപ്പിൾ. അമേരിക്കയിൽ മാത്രം വർഷം തോറും ഏകദേശം 35 ലക്ഷം മെട്രിക് ടൺ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആപ്പിൾ ഉൽപ്പാദനത്തിൽ ലോകത്ത് 3-ാം സ്ഥാനമാണവർക്ക്. വിളവെടുപ്പിന് സമയമാകുമ്പോൾ ഇത്രയും വലിയ അളവിൽ ആപ്പിൾ പറിച്ചെടുക്കുക എന്നത് വലിയൊരു ജോലിയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ തോട്ടങ്ങളിലേക്ക് അയക്കുന്നതിന് പകരം മിക്ക ജോലികളും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെഷീനുകൾ ഇന്നുണ്ട്. ആപ്പിൾ പാകമാകുമ്പോൾ അവ തനിയെ മരത്തിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പാകത്തിന് അയഞ്ഞോ ഇരിക്കും. അതുകൊണ്ട് ഈ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മെഷീൻ ഓടിച്ച് മരങ്ങളെ പതുക്കെ കുലുക്കുക എന്നതാണ്. അപ്പോൾ ആപ്പിളുകളെല്ലാം നിലത്ത് വീഴും. അടുത്ത ഘട്ടം ആപ്പിൾ ഹാർവെസ്റ്ററുമായി വരിക എന്നതാണ്. ഇതിന് മുൻഭാഗത്ത് നീണ്ടു നിൽക്കുന്ന റോളറുകളുണ്ട്.
ഇവയിലെ റബ്ബർ ലാമല്ലകൾ ആപ്പിളിനെ പതുക്കെ മെഷീനിന്റെ നടുഭാഗത്തേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്ന് ആപ്പിളുകൾ മെഷീനിന്റെ കളക്ടിംഗ് വെസലിലേക്ക് മാറുകയും അവിടെ വെച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നു. അതിശയകരമെന്ന് പറയട്ടെ, ഇത്തരം മെഷീനുകൾക്ക് 1 മണിക്കൂറിൽ 1 മുതൽ 8 ടൺ വരെ ആപ്പിൾ പറിച്ചെടുക്കാൻ പറ്റും. ഡിസൈനിലെ ലളിതത കൊണ്ട് പുല്ലിനിടയിലോ ഇലകൾക്കിടയിലോ അല്ലെങ്കിൽ നനഞ്ഞ മണ്ണിലോ കിടക്കുന്ന ആപ്പിളുകൾ പോലും ഇതിന് എളുപ്പത്തിലെടുക്കാൻ കഴിയും. സബർജില്ലി, വാൾനട്ട് പോലുള്ളവ പറിക്കാനും ഇതുപയോഗിക്കാം. ക്ലാസ് കൂഗർ ഇൻഡസ്ട്രിയൽ മോവർ. ജർമ്മൻ കമ്പനിയായ ക്ലാസ് നിർമ്മിച്ച കൂഗർ 1400 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സെൽഫ് പ്രൊപ്പൽഡ് മോവർ. ഇത് വർക്ക് ചെയ്യുന്നത് തന്നെ നല്ല രസമാണ് കാണാൻ. പൂർണ്ണമായും വിടർത്തിയിട്ടാൽ ഏകദേശം 46 അടി വീതിയിൽ പുല്ല് വെട്ടാൻ ഇതിന് സാധിക്കും. ഇതിൽ 5 മൂവിംഗ് യൂണിറ്റുകളുണ്ട്. 3 എണ്ണം മുൻപിലും 2 എണ്ണം വശങ്ങളിലും. വശങ്ങളിലുള്ളവ ആവശ്യമനുസരിച്ച് ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന ടെലിസ്കോപ്പിംഗ് ബൂമുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വലിയ പാടങ്ങൾക്കും ചെറിയ പുൽമൈതാനങ്ങൾക്കും ഇതൊരുപോലെ അനുയോജ്യമാണ്. അതുകൊണ്ടുതന്നെ വലിയ കൃഷിതടമുള്ള ഒരു കർഷകന് ഈ ഒരു മൂവർ മാത്രം മതിയാകും. അതിശയകരമെന്ന് പറയട്ടെ, മണിക്കൂറിൽ 21 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാവുന്ന ഈ മെഷീന് 1 മണിക്കൂർ കൊണ്ട് ഏകദേശം 54 ഏക്കർ സ്ഥലത്തെ പുല്ല് വെട്ടിത്തീർക്കാൻ പറ്റും. ഇതിൻ്റെ വലിപ്പം കാരണം ഒരു പാടത്ത് നിന്ന് മറ്റൊരു പാടത്തേക്ക് കൊണ്ടുപോകുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി കമ്പനി ചില പുതിയ വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. കേസ് IH സ്റ്റെയ്ഗർ ക്വാഡ്ട്രാക്ക് ട്രാക്ടർ. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും കരുത്തുള്ളതും ഇന്ധനം ലാഭിക്കുന്നതുമായ ട്രാക്ടറുകളിലൊന്നാണ് കേസ് IH സ്റ്റെയ്ഗർ ക്വാഡ്ട്രാക്ക് 620. ഏകദേശം 25 അടി നീളമുള്ളതിൽ 12.9 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെ ടർബോ ചാർജിംഗ് സിസ്റ്റം 682 ഹോഴ്സ് പവർ പുറപ്പെടുവിക്കാൻ സഹായിക്കുന്നു. ടയറുകളിലോ അല്ലെങ്കിൽ 4 റബ്ബർ ട്രാക്കുകളിലോ ഓടുന്ന മോഡലുകളിൽ ഇത് ലഭ്യമാണ്. ജോലിക്കനുസരിച്ച് എഞ്ചിന്റെ പവർ ക്രമീകരിച്ച് പരമാവധി ഇന്ധനം ലാഭിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇതിലുണ്ട്. ഇന്ധനം ലാഭിക്കാൻ ശ്രമിക്കുമ്പോഴും ട്രാക്ടറിന്റെ കരുത്തു കുറയുന്നില്ല. ഏത് കാലാവസ്ഥയിലും ഏത് ഫാം എക്യുപ്മെന്റും ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കും. ലക്ഷങ്ങളുടെ ഡോളർ ഇതിന് വില വരെങ്കിലും വലിയ ഫാമുകളിൽ ഇത് ലാഭകരമാണ്. സാധാരണ ട്രാക്ടർ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സ്ഥലം കവർ ചെയ്യാൻ ഇതിന് സാധിക്കുന്നതുകൊണ്ട് മുടക്കുന്ന പൈസ തിരിച്ചുപിടിക്കാൻ എളുപ്പമാണ്. ഓട്ടോമാറ്റിക് കൗ മിൽക്കർ. ഫാമുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൽ. പണ്ട് കൈകൊണ്ട് ചെയ്തിരുന്ന പാൽ കറക്കൽ രീതിയിൽ നിന്ന് ഇന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. മെഷീനുകൾ ഉപയോഗിച്ച് പാൽ കറക്കുന്ന രീതി വർഷങ്ങളായി ഉണ്ടെങ്കിലും ഇന്നത് കൂടുതൽ മോഡേൺ ആയിരിക്കുന്നു. ഇപ്പോൾ പലയിടത്തും മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ എല്ലാം ഓട്ടോമേറ്റഡായി നടക്കുന്നു. പശുക്കൾക്ക് പാടത്ത് ഇഷ്ടം പോലെ നടക്കാം. പാൽ കറക്കാൻ തോന്നുന്ന സമയത്ത് അവർക്ക് മിൽക്കിംഗ് ബിൽഡിങ്ങിലേക്ക് വരാം. പശുക്കൾ അകത്തേക്ക് കയറുമ്പോൾ അവയുടെ ഇലക്ട്രോണിക് ടാഗ് നോക്കി തിരിച്ചറിയും. അടുത്തിടെ കറന്ന പശുവാണെങ്കിൽ ഗേറ്റ് തുറന്ന് അവയെ തിരിച്ചു പാടത്തേക്ക് തന്നെ വിടും. ഇനി കറക്കാൻ സമയമായ പശുവാണെങ്കിൽ അവയുടെ അകിടുകൾ ക്ലീൻ ചെയ്ത ശേഷം ലേസർ ഉപയോഗിച്ച് അളവുകളെടുത്ത് മെഷീൻ ഘടിപ്പിക്കുന്നു. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ മാത്രമല്ല, പാൽ ഉൽപ്പാദനം 12% വരെ വർദ്ധിപ്പിക്കാനും ഇത്തരം മെഷീനുകൾ സഹായിക്കും. പശുക്കൾക്ക് തോന്നുമ്പോൾ കറക്കാൻ സാധിക്കുന്നതുകൊണ്ട് അവ കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കും. ഷുഗർ ബീറ്റ് ഹാർവെസ്റ്റർ. ലോകമെമ്പാടും ഷുഗർ ബീറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ്. കാരണം കരിമ്പിനു പകരമായി കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ വളർത്താവുന്ന ഒന്നാണ്. ഇവ മണ്ണിലാണ് വളരുന്നത്. അതുകൊണ്ട് വേഗത്തിൽ വിളവെടുക്കാൻ വലിയ മെഷീനുകൾ ആവശ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുള്ള ഷുഗർ ബീറ്റ് ഹാർവെസ്റ്ററുകളിൽ ഒന്നാണ് റേപ്പ ടൈഗർ. ഇതിൽ 768 ഹോഴ്സ് പവർ കരുത്തുള്ള 16.12 ലിറ്റർ വോൾവോ ഇൻലൈൻ എഞ്ചിനാണുള്ളത്. ഇതിലെ സെൻസറുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റർക്ക് കട്ടിംഗ് ഹെഡുകൾ എവിടെ താഴ്ത്തണമെന്ന് കൃത്യമായി കാണാൻ പറ്റും. ഇത് ഒരു വരിയിൽ തന്നെ പരമാവധി ബീഡ്സ് ശേഖരിക്കാൻ സഹായിക്കും. ഇതിലെ ലിഫ്റ്റിംഗ് യൂണിറ്റും 7 റോളറുകളും മെഷീനിനെ കൃത്യമായി ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും. ഇതുവഴി മെഷീൻ പോകുമ്പോൾ മണ്ണ് അധികം അമർന്നു പോകാതെ നോക്കാൻ പറ്റും. അടുത്ത വർഷത്തെ കൃഷിക്ക് ഇത് വളരെ പ്രധാനമാണ്. മറ്റു മെഷീനുകളേക്കാൾ കൂടുതൽ ബീഡ്സ് 1 മണിക്കൂറിൽ വിളവെടുക്കാൻ ടൈഗർ 6ന് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. മണ്ണിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനൊപ്പം കൃഷി കൂടുതൽ ലാഭകരമാക്കാനും ഇത് സഹായിക്കും. വിൽസൺ എഞ്ചിനീയറിംഗ് സൂപ്പർ മൂവർ. വേനൽക്കാലത്തെ അവസാന പണികളിലൊന്നാണ് പുല്ല് ശേഖരിച്ച് അവ കെട്ടുകളാക്കി മാറ്റുക. ഇത് ശൈത്യകാലത്ത് മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകാനാണ് ഉപയോഗിക്കുന്നത്. പാടങ്ങളിൽ ഇത്തരം പുല്ലുകെട്ടുകൾ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവയ്ക്ക് നല്ല ഭാരമുള്ളതുകൊണ്ട് നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പരിഹാരമായാണ് വിൽസൺ എഞ്ചിനീയറിംഗ് സൂപ്പർ മൂവർ എന്ന മെഷീൻ നിർമ്മിച്ചത്. ട്രാക്ടറിന് പിന്നിൽ ഘടിപ്പിക്കുന്ന ഈ മെഷീൻ ഉപയോഗിച്ച് ഒരുമിച്ച് ഒരുപാട് പുല്ലുകെട്ടുകൾ ശേഖരിക്കാനും കൊണ്ടുപോകാനും സാധിക്കും. ഇതിലെ ചെറിയ മോഡലിൽ 6 കെട്ടുകൾ വരെ കൊള്ളും. ദിവസം 350 കെട്ടുകൾ വരെ മാറ്റാൻ ഇതിന് പറ്റും. വലിയ മോഡലുകളിൽ ഒരേ സമയം 16 കെട്ടുകൾ വരെ കൊള്ളും. അതായത് ദിവസം 1000-ഓളം മാറ്റാൻ.
ഹൈഡ്രോളിക് ബ്രേക്കുകളും ലൈറ്റുകളും ഉള്ളതുകൊണ്ട് കർഷകർക്ക് ഏത് സാഹചര്യത്തിലും ഇതുപയോഗിക്കാം. മറ്റു വാഹനങ്ങളുടെ സഹായമില്ലാതെ തന്നെ സമയം ലാഭിക്കാനും പുല്ലുകെട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ നോക്കാനും ഇത് സഹായിക്കുന്നു. ജോൺ ഡിയർ X9-1100. ഏകദേശം $10 ലക്ഷം വില വരുന്ന ജോൺ ഡിയർ X9-1100 ഒരു ഭീമൻ മെഷീനാണ്. ഇത് ജോലി എളുപ്പമാക്കുക മാത്രമല്ല, കൂടുതൽ വിളവ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. 50 അടി വീതിയുള്ള കട്ടർ ഹെഡും 690 ഹോഴ്സ് പവറുള്ള എഞ്ചിനുമാണ് ഇതിനുള്ളത്. ഒരിക്കൽ ഇന്ധനമടിച്ചാൽ 14 മണിക്കൂർ വരെ ഇത് പ്രവർത്തിക്കും. ഇതിലെ ടാങ്കിൽ 16,210 ലിറ്റർ ധാന്യങ്ങൾ കൊള്ളും. സെക്കൻഡിൽ 186.7 ലിറ്റർ എന്ന വേഗതയിൽ ഇത് അൺലോഡ് ചെയ്യാനും സാധിക്കും. ധാന്യങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ ശേഖരിക്കാൻ സഹായിക്കുന്ന ഡ്യുവൽ റോട്ടർ സെപ്പറേറ്റർ പോലുള്ള ഫീച്ചറുകൾ ഈ സീരീസിലുണ്ട്. ചപ്പുചവറുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഡൈനാഫ്ലോ XL എന്ന വലിയൊരു ക്ലീനിംഗ് സിസ്റ്റവും ഇതിലുണ്ട്. ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ധാന്യങ്ങൾ ഒട്ടും തന്നെ പൊട്ടിപ്പോകാത്തതുകൊണ്ട് മികച്ച വിളവ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ബനാന ഹാർവെസ്റ്റിംഗ്. പഴം വിളവെടുക്കുന്ന രീതി പലയിടത്തും വ്യത്യസ്തമാണ്. പഴം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പിന്റെ സമയമാണ്. ഓരോ കുലയും നോക്കി അത് പാകമായോ എന്ന് തൊഴിലാളികൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കും. ശരിക്കുമുള്ള ഒരു വലിയ കുലയിൽ ഏകദേശം 15 പടലങ്ങൾ വരെ കാണും. ഓരോ പടലത്തിലും 10 മുതൽ 20 വരെ പഴങ്ങളും ഉണ്ടാകും. പഴങ്ങൾ ഒട്ടും ചതയാതെ വളരെ സൂക്ഷിച്ചാണ് ഇവ മുറിച്ചെടുക്കുക. സാധാരണയായി 2 പേരടങ്ങുന്ന ഒരു സംഘം ഒരു ദിവസം ഏകദേശം 100 മുതൽ 150 വരെ കുലകൾ വിളവെടുക്കും. എന്നിട്ട് അവർ റോപ്പ് വേകളിലൂടെ സ്റ്റോറിംഗ് പ്ലേസിലേക്ക് എത്തിക്കും. ഇന്നത്തെ കാലത്ത് പവർഫുൾ മോട്ടോറുകൾ ഘടിപ്പിച്ച മെഷീനുകൾ ഉപയോഗിച്ചാണ് വാഴകൾ മുറിക്കുന്നത്. എത്ര കട്ടിയുള്ള വാഴപ്പിണ്ടിയും നിഷ്പ്രയാസം മുറിക്കാൻ ഈ മെഷീനുകൾക്ക് സാധിക്കും. വലിയ വലിയ ഫാമുകളിൽ ജോലി വേഗത്തിലാക്കാനും കഠിനമായ അധ്വാനം കുറയ്ക്കാനും ഇത്തരം മോഡേൺ യന്ത്രങ്ങൾ ഇന്ന് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മെഷീനുകൾ ഉപയോഗിക്കാറുണ്ടോ? കമന്റ് ചെയ്യണേ. ചാലഞ്ചർ MT75E. ആഗോ കമ്പനി നിർമ്മിച്ച ചാലഞ്ചർ MT75E കൃഷിയിടത്തിലെ ഏത് കഠിനമായ ജോലിയും എളുപ്പമാക്കാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 16.8 ലിറ്റർ 12 സിലിണ്ടർ 48 വാൽവ് ടർബോചാർജ്ഡ് ഡീസൽ എഞ്ചിനാണ് ഇതിനുള്ളത്. ഇത് പഴയ മോഡലുകളെക്കാൾ 42% കൂടുതൽ ടോർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റുകയോ നിലത്തുനിന്ന് മെഷീൻ മാറ്റുകയോ ചെയ്യേണ്ടി വരില്ല. ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോ ഗൈഡ് സെൽഫ് സ്റ്റിയറിംഗ് സംവിധാനം ഇതിനുണ്ട്. ഇതിന് 55,913 പൗണ്ട് ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. കർഷകന്റെ ജോലി എളുപ്പമാക്കാൻ മികച്ച ക്യാബിനും ട്രാൻസ്മിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ധാന്യങ്ങളുടെ അളവ് നോക്കാനുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങളുമെല്ലാം ഇതിലുണ്ട്. കമ്പനിയുടെ MT800 സീരീസിലെ ഏറ്റവും വലിയ ട്രാക്ടറാണിത്. അതിൻ്റെ കരുത്തും വിശ്വാസ്യതയും കാരണം ഇത് വലിയ ഫാമുകളിൽ വളരെ പോപ്പുലറാണ്. കേസ് IH ആക്സിയൽ ഫ്ലോ 9240 കമ്പൈൻ ഹാർവെസ്റ്റർ. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും വലിയ ഹാർവെസ്റ്ററുകളിൽ ഒന്നാണ് കേസ് IH ആക്സിയൽ ഫ്ലോ 9240. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ദൂരം വിളവെടുക്കാനും ധാന്യങ്ങൾ കേടുപാടുകൾ കൂടാതെ ശേഖരിക്കാനും സഹായിക്കുന്ന ടെക്നോളജി ഇതിലുണ്ട്. 46,000 പൗണ്ട് ഭാരമുള്ള ഈ മെഷീന് 26 അടി നീളവും 13 അടി ഹൈറ്റുമുണ്ടാകും. ഇതിൻ്റെ മുൻഭാഗത്തുള്ള ഹെഡറിന് 45 അടി വരെ വീതിയുണ്ടാകാൻ സാധിക്കും. 410 ബുഷൽ ധാന്യങ്ങൾ കൊള്ളുന്ന ടാങ്ക് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഒഴിഞ്ഞു മാറ്റേണ്ടി വരുന്നില്ല. 550 ഹോഴ്സ് പവറുള്ള എഞ്ചിനാണ് ഇതിന് കരുത്ത് നൽകുന്നത്. ധാന്യങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, ബാക്കി വരുന്ന വൈക്കോലും പുല്ലും കൃഷിയിടത്തിൽ തന്നെ കൃത്യമായി വിതറാനുള്ള സംവിധാനവും ഇതിലുണ്ട്. ബോർഗൌട്ട് 7950 എയർ സീഡർ. കൃഷിയിലെ ഏറ്റവും സമയം പിടിക്കുന്ന ജോലിയാണ് വിത്ത് വിതയ്ക്കൽ. എന്നാൽ ബോർഗൌട്ട് 7950 എയർ സീഡർ ഇത് വളരെ എളുപ്പമാക്കുന്നു. ഇതിന് വലിയ ടാങ്കുകൾ ഉള്ളതുകൊണ്ട് വിത്ത് വീണ്ടും നിറയ്ക്കാനായി സമയം കളയാതെ ഒരു വലിയ പാടം മുഴുവൻ വിതയ്ക്കാൻ സാധിക്കും. ഇതിലെ ക്യാമറ സിസ്റ്റവും LCD സ്ക്രീനും വഴി ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കാം. ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വിത്ത് വീഴാതിരിക്കാനും ഭൂമിയുടെ കിടപ്പനുസരിച്ച് വിത്തുകൾ വിതയ്ക്കാനും ഇതിലെ സിസ്റ്റം സഹായിക്കും. വലിപ്പവും ഭാരവും കൂടുതലാണെങ്കിലും ഇതിലെ ടയറുകൾ മണ്ണിൽ വലിയ സമ്മർദ്ദം നൽകാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിത്തുകൾക്ക് കേടുപാടുകൾ സംഭവിക്കില്ല. വെർസറ്റൈൽ 1080 ബിഗ് റോയ് 8WD ട്രാക്ടർ. കാനഡയിലെ വിനിപെഗിൽ 1977 നിർമ്മിച്ചതാണ് ഈ ട്രാക്ടർ. 8WD ഉള്ള ഇതിനെ ബിഗ് റോയ് എന്നാണ് വിളിക്കുന്നത്. 600 ഹോഴ്സ് പവർ കരുത്തുള്ള 19 ലിറ്റർ കമിൻസ് എഞ്ചിനാണ് ഇതിലുള്ളത്.
30 അടി നീളവും 22 അടി വീതിയുമുള്ള ഈ ഭീമൻ മെഷീനിന് 26 ടണ്ണിലധികം ഭാരമുണ്ട്. ഡ്രൈവർക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ ഇതിൽ ക്യാമറകളും മോണിറ്ററുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. 8 ടയറുകളുണ്ടെങ്കിലും ഇതിന്റെ അമിത ഭാരം കാരണം മണ്ണ് ഒരുപാട് അമർന്നു പോകുന്ന പ്രശ്നം ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇതിന്റെ ഒരു മോഡൽ മാത്രമേ കമ്പനി നിർമ്മിച്ചുള്ളൂ. ക്ലാസ് ലെക്സിയോൺ 8900. ഏറ്റവും ശേഷിയുള്ളതും കരുത്തുറ്റതുമായ ഒരു ഹാർവെസ്റ്ററാണ് ക്ലാസ് ലെക്സിയോൺ 8900. 1 ടൺ ധാന്യം വിളവെടുക്കാൻ വെറും 1 ലിറ്റർ ഡീസൽ മാത്രമേ ഇത് ഉപയോഗിക്കൂ എന്ന് കമ്പനി അവകാശപ്പെടുന്നു. 790 ഹോഴ്സ് പവർ ഉള്ള എഞ്ചിനും 18,000 ലിറ്റർ ധാന്യം ശേഖരിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. GPS, ലേസർ ഗൈഡൻസ് എന്നിവയുള്ളതുകൊണ്ട് ഇതിന് വളരെ കൃത്യമായി ജോലി ചെയ്യാൻ പറ്റും. ഇതിലെ സെൽഫ് ലേണിംഗ് സിസ്റ്റം ജോലി കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഇതിന്റെ വലിയ ടാങ്ക് 100 സെക്കൻഡ് കൊണ്ട് ഒഴിഞ്ഞു മാറ്റാൻ സാധിക്കുമെന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ആഗ്ഗോ ചാലഞ്ചർ MT795B ട്രാക്ടർ. ലോകത്തിലെ തന്നെ വലിയ ട്രാക്ടറുകളിലൊന്നായാണ് AGO ചാലഞ്ചർ MT795B അറിയപ്പെടുന്നത്. 24 അടി നീളവും 16 അടി വീതിയുമുള്ള ഇതിന് 30 ടണ്ണോളം ഭാരമുണ്ട്. 570 ഹോഴ്സ് പവർ കരുത്തുള്ള കാറ്റർപില്ലർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ കൃഷിയിടങ്ങളിൽ ഭാരമേറിയ മെഷീനുകൾ വലിക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിന് വലിയൊരു ഫ്യൂവൽ ടാങ്ക് ഉള്ളതുകൊണ്ട് നിർത്താതെ ഒരുപാട് നേരം ജോലി ചെയ്യാൻ സാധിക്കും. 2006-ൽ തുടങ്ങിയ ഈ മോഡലിന്റെ നിർമ്മാണം 2010-ൽ കമ്പനി നിർത്തിയെങ്കിലും വലിയ ഫാമുകളിൽ ഇപ്പോഴും ഇവ കാണാൻ സാധിക്കും. ഡാമാൻ DT3500H സ്പ്രേയർ. വിത്തുകൾ വിതച്ച് ചെടികൾ വളർന്നു തുടങ്ങുമ്പോൾ വിളവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി വളമടിക്കുകയാണ്. പണ്ട് ഇത് ഒരുപാട് സമയവും അധ്വാനവും വേണ്ട പണിയാണ്. എന്നാൽ ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാം. മാർക്കറ്റിലെ ഏറ്റവും വലിയ സ്പ്രേയറുകളിലൊന്നാണ് ഡാമാൻ DT3500H. ഇത് ഓരോ കർഷകന്റെയും ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്തി നിർമ്മിക്കാൻ സാധിക്കും. ഇതിലെ ടാങ്കിൽ 3100 ഗാലൻ, അതായത് ഏകദേശം 11,750 ലിറ്റർ വരെ കൊള്ളും. കൂടാതെ 138 അടി വീതിയിൽ ഇതിന് സ്പ്രേ ചെയ്യാൻ സാധിക്കും. 285 ഹോഴ്സ് പവർ കരുത്തുള്ള മെഴ്സിഡീസ് ബെൻസ് എഞ്ചിനാണ് ഇതിനുപയോഗിക്കുന്നത്. മണിക്കൂറിൽ 31 മൈൽ വേഗത്തിൽ സഞ്ചരിക്കാനും മിനിറ്റിൽ 53 ഗാലൻ വരെ സ്പ്രേ ചെയ്യാനും ഇതിന് പറ്റും. ടാങ്ക് നിറഞ്ഞിരിക്കുമ്പോൾ ഇതിന് 25 ടൺ ഭാരമുണ്ടാകും. കൂടാതെ ഇതിലെ 6 വലിയ ചക്രങ്ങളും ഹൈഡ്രോളിക് മോട്ടോറുകൾ ഉപയോഗിച്ചാണ് നിയന്ത്രിക്കുന്നത്. ക്ലാസ് ലെക്സിയോൺ 780 കമ്പൈൻ ഹാർവെസ്റ്റർ. പഴയ മോഡലുകളേക്കാൾ കൂടുതൽ ലാഭകരമായി വിളവെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹാർവെസ്റ്ററാണ് ക്ലാസ് ലെക്സിയോൺ 780. 570 ഹോഴ്സ് പവർ കരുത്തുള്ള മെഴ്സിഡീസ് ബെൻസ് എഞ്ചിനാണ് ഇതിനുള്ളത്. കൂടാതെ ധാന്യങ്ങൾ വേർതിരിക്കാൻ പ്രത്യേക ഹൈബ്രിഡ് സംവിധാനവും ഇതിനുണ്ട്. ഇന്ധന ചെലവ് കുറയ്ക്കാനും ധാന്യങ്ങൾ നഷ്ടപ്പെടുന്നത് തടയാനും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ സ്ഥലം വിളവെടുക്കാനും ഈ മെഷീൻ സഹായിക്കും എന്ന് കമ്പനി അവകാശപ്പെടുന്നു. കൃത്യമായ വേഗത കണ്ടെത്താനും മണ്ണനുസരിച്ച് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിന് സാധിക്കും. ഇതിലെ ജെറ്റ് സ്ട്രീം ക്ലീനിംഗ് സിസ്റ്റം ധാന്യങ്ങളെ പെട്ടെന്ന് തന്നെ സ്റ്റോറേജിനായി റെഡിയാക്കുന്നു. 12,500 ലിറ്റർ ധാന്യം കൊള്ളുന്ന ടാങ്ക് ഇതിലുണ്ട്. ഇത് സെക്കൻഡിൽ 130 ലിറ്റർ എന്ന വേഗത്തിൽ കാലിയാകാൻ പറ്റും. ഏത് തരം വിളവെടുക്കാനും ഇതിലെ ഫീഡർ ഹൗസ് അനുയോജ്യമാണ്. വേഗതയും സൗകര്യവും നോക്കുമ്പോൾ മാർക്കറ്റിലെ മികച്ച ഹാർവെസ്റ്ററുകളിൽ ഒന്നാണ്. ഇപ്പോൾ ഇതിനും പുതിയ മോഡലുകൾ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. ബ്രെഡോ VT5518 സ്ലറി ടാങ്കർ. കൃഷി ലാഭകരമാക്കാൻ വേസ്റ്റ് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും കർഷകർ വീണ്ടും ഉപയോഗിക്കാറുണ്ട്. മൃഗങ്ങളുടെ കാഷ്ടം ശേഖരിച്ച് വളമായി കൃഷിയിടത്തിൽ അടിക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇതിനായി ഒരു സ്ലറി ടാങ്കർ ആവശ്യമാണ്. ബ്രെഡോ നിർമ്മിക്കുന്ന VT5518 ആണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ടാങ്കറുകളിലൊന്ന്. 544 ഹോഴ്സ് പവറുള്ള 16 ലിറ്റർ എഞ്ചിനാണ് ഇതിനുള്ളത്. ഇതിന്റെ വലിയ ഭാരം താങ്ങാൻ വേണ്ടി പുതിയൊരു ട്രാൻസ്മിഷൻ സിസ്റ്റം തന്നെ കമ്പനിക്ക് നിർമ്മിക്കേണ്ടി വന്നു. എല്ലാ ചക്രങ്ങളും നിയന്ത്രിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗും മികച്ച സസ്പെൻഷനും ഡിസ്ക് ബ്രേക്കുകളും ഇതിലുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് അവരുടെ സ്ഥലത്തിനനുസരിച്ച് ഏത് പുതിയ തരം അയറുകളും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ പ്ലാറ്റ്ഫോമിൽ വെള്ളം ടാങ്കോ മറ്റ് മെഷീനുകളോ ഘടിപ്പിക്കാൻ സാധിക്കും. ഭാരം കൃത്യമായി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ എഞ്ചിൻ മുൻഭാഗത്ത് നടുവിലായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടയറുകൾ മണ്ണിൽ വലിയ സമ്മർദ്ദം നൽകാത്തതുകൊണ്ട് മണ്ണ് കേടാകില്ല. അതേസമയം തന്നെ വളരെ വേഗത്തിൽ വളം വലിയൊരു സ്ഥലത്തടിച്ചു തീർക്കാൻ ഇതിന് സാധിക്കും. ന്യൂ ഹോളണ്ട് CR 10.90 കമ്പൈൻ ഹാർവെസ്റ്റർ. 2014-ൽ പുറത്തിറങ്ങിയ ന്യൂ ഹോളണ്ട് CR 10.90 ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ഹാർവെസ്റ്ററുകളിൽ ഒന്നാണ്. ധാന്യങ്ങൾ വേഗത്തിലും കുറഞ്ഞ ചിലവിലും വിളവെടുക്കാൻ ഇന്നും ഇത് മികച്ചതാണ്.
700 ഹോഴ്സ് പവർ കരുത്തുള്ള ടർബോ ഡീസൽ എഞ്ചിനാണ് ഇതിനുള്ളത്. വലിയ ഫ്യൂവൽ ടാങ്ക് ഉള്ളതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇതിന് ജോലി ചെയ്യാൻ പറ്റും. ഇതിൽ 14,500 ലിറ്റർ ധാന്യങ്ങൾ കൊള്ളും. വെറും സെക്കൻഡുകൾ കൊണ്ട് അത് കാലിയാക്കാനും പറ്റും. ഇതുവഴി ജോലി എളുപ്പമാകുമെന്ന് മാത്രമല്ല, ധാന്യങ്ങൾ ഒട്ടും പൊട്ടിപ്പോകില്ല. ബിഗ് ബഡ് 16V747 ട്രാക്ടർ. 1977 അമേരിക്കയിലെ മൊണ്ടാനയിൽ നിർമ്മിച്ച ബിഗ് ബഡ് 16V747 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ. കാലിഫോർണിയയിലെ പരുത്തി കർഷകർക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. അക്കാലത്ത് വലിയൊരു തുക മുടക്കി നിർമ്മിച്ച ഈ ട്രാക്ടറിന് 20,000 ഏക്കർ കൃഷിയിടത്തിൽ മറ്റു മെഷീനുകളേക്കാൾ വേഗത്തിൽ പണിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിന് 27 അടി നീളവും 20 അടി വീതിയും 14 അടി ഉയരവുമുണ്ട്. ഇതിന്റെ ഓരോ ടയറിനും 8 അടി വലുപ്പമുണ്ട്. ടാങ്ക് നിറയെ ഡീസൽ അടിച്ചാൽ ഇതിന് ലക്ഷക്കണക്കിന് പൗണ്ട് ഭാരമുണ്ടാകും. ആദ്യം 760 ഹോഴ്സ് പവർ ആയിരുന്ന ഇതിന്റെ പവർ പിന്നീട് 1100 വരെയായി കൂട്ടി. 11 വർഷത്തോളം ഇത് ഉപയോഗിച്ച ശേഷം മറ്റൊരു ഫാമിന് വിറ്റു. അവിടെയും ഇത് വളരെ പവർഫുള്ളായി പണിയെടുത്തു. പിന്നീട് 1997 വില്യം ബ്രദേഴ്സ് വാങ്ങി. ഇന്നത്തെ കാലത്ത് ഒരു മ്യൂസിയത്തിൽ ഇത് സൂക്ഷിക്കുകയാണ്. ഈ വലിയ മെഷീനെ വെക്കാൻ മാത്രമായി അവിടെ ഒരു പ്രത്യേകം കെട്ടിടം തന്നെ പണിതിട്ടുണ്ട്. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ മെഷീൻ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമെങ്കിൽ അതും കമന്റ് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.